ബൈനോക്കൽ ടോക്സിൻ്റെ വേറെ ഒരു യാത്ര, ഒരു പുതിയ യാത്രയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത യാത്രയായിപ്പോയി. ഇത് നമ്മുടെ ഉളുപ്പൂണി ടണൽ കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള കേട്ടോ. ടണലിൻ്റെ ഒരു സൈഡിൽ വെള്ളമായി ഈ ഒഴുകി പോകുന്നത്, ടണലിന് ഇപ്പുറത്തുള്ള. ഇവിടെ അങ്ങോട്ട് കടന്ന് അപ്പുറത്ത് നിന്ന് അതിവിടെ കോളനിയാണെന്ന് തോന്നുന്നു, ഉറുമ്പുള്ളെന്ന് പറഞ്ഞൊരു കോളനിയുണ്ട്. അവിടെ ഒന്ന് രണ്ട് വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ജീപ്പുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കഷ്ടിയാ വണ്ടി കയറി പോകുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് പണ്ടിറങ്ങി വരുമായിരുന്നു, ഇപ്പം ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകുന്നുള്ളെന്നും പറഞ്ഞു. എന്നാൽ പിന്നെ എന്നെ അടിച്ചു പോകണ്ടെന്നൊരു തീരുമാനമൊക്കെ എടുത്തു. എന്നിട്ട് 2 പ്രാവശ്യം നമ്മുടെ മയിൽവാഹനം ഇതിനകത്തൊന്ന് കയറ്റി ഇറക്കുകയൊക്കെ ചെയ്ത് അവരാ വണ്ടി കഴുകുന്നതും, ആ ടൂറിസ്റ്റുകൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ ആ വണ്ടി ജീപ്പിൻ്റെ നടുക്ക് കൊണ്ടിടും, അതും എല്ലാം ഒന്ന് എടുത്ത് പോയേക്കാന്നൊക്കെ കരുതിയിരുന്നു. അവർ വണ്ടി ഇറക്കുന്നു, അതുപോലെ തന്നെ അവരതിനകത്തോട്ട് ഓടിക്കുന്ന ഡ്രസ്സാണ്, അതുപോലെ തന്നെ ഒരു പൂക്കും പോകും കണ്ടോണേ. ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് എടുത്ത് ഇക്കരെ കൊണ്ടുവരും, ഇക്കരെ കൊണ്ടുവന്നിട്ട് അതുപോലെ തന്നെ ഒരു പോക്കും പോകും. എന്നാൽ അടിപൊളിയായിട്ടാവും, നല്ല വെള്ളമൊക്കെ തറപ്പിച്ചാൽ സെറ്റായിട്ടാവുക ആണോ. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് പോയാൽ തീരുമാനിച്ച്. എന്നാൽ എന്നാന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ പറഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ഇച്ചിരി കയറ്റം കയറി പോയി കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് മറ്റേ ഇടുക്കി ഡാമിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുമെന്ന് പറഞ്ഞു. ഇത് വഴി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഉളുപ്പൂണിലോട്ട് ഇറങ്ങുമ്പോൾ നേരെ കാണിച്ചൊരു വഴിയില്ല, ആ വഴിയാണ്. ആ വഴി കുറേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും നമ്മൾ 2-3 പേരെ കണ്ടു. അവർ പറഞ്ഞു അവിടെ വലിയതായിട്ടൊന്നും കാണാനില്ല, പിന്നെ വണ്ടി പോകാൻ പാടാന്നൊക്കെ പറഞ്ഞു. ശരി നോക്കിക്കളയാന്ന് ഓർത്ത് നമ്മൾ പോയി. ഇതവിടെയൊക്കെ വഴിക്കൊക്കെ ടൂറിസ്റ്റുകൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവരെല്ലാം ഇതുപോലെ ഓരോരോ സൈഡ് അവിടെ ഇവിടെ ഓരോരോ വ്യൂ പോയിൻ്റൊക്കെ കണ്ട് അടുത്ത വ്യൂ പോയിന്റുകളൊക്കെ ചോദിച്ചു വരുന്ന ഇതാണ്. കുറേ ഭാഗം മണ്ണെടുത്തിട്ടുണ്ട്. നമ്മൾ അവൻ്റെ ഒരു റീൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞിറക്കം മേളിൽ നിന്ന് പണിയെടുക്കുന്നുണ്ട്, അവൻ്റെ റീൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു അവൻ ആ തേയിലക്കകത്തിരുന്ന് കുത്തി പറയുന്നതാണ്, കുഞ്ഞൊരു സാധനം. അങ്ങനെ അത് കാണുന്ന അത് റീലെടുക്കാൻ കയറിയപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് ഇച്ചിരി കൂടെ താഴോട്ട് തിരിച്ചിറങ്ങിപ്പോൾ അവിടെ ഒരു വീടുണ്ട്, അവിടെ ഒരു ഗേറ്റ് വന്നിട്ടുണ്ട്, ആ ഗേറ്റിൻ്റെ സൈഡിൽ കയറി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കയറ്റത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലതായിട്ട് വ്യൂ പോയിന്റ് അല്ല ഒരു വ്യൂ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ചിറങ്ങി, കുറച്ചും കൂടെ നമ്മൾ ആ പോയ വഴി തന്നെ കുറച്ച് തിരിച്ചു വന്നു. ഇവൻ പണിയെടുക്കുന്നത് കാണാൻ കയറിപ്പോയത് കേട്ടോ. ആ ചെറുക്കനെ ഇവിടെ പരിചയമുണ്ടല്ലോ, നീല കൊടുക്കട്ടെ. ഇവിടെ ഏകദേശം എന്തുവാ പറയണം, നമ്മുടെ വാഗമണ്ണിൻ്റെ ഒരു സ്റ്റൈൽ തന്നെയാണ്. ഇതിനകത്തെല്ലാം ഒരുപാട് റിസോർട്ടുകൾ പണി നടക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയാണ് ഈ മണ്ണെടുത്തതും വഴിയെടുത്തതും ഒക്കെ. ഇതെല്ലാം മറ്റേ വലിയ ഇതുപോലത്തെ തന്നെ കേട്ടോ. അല്ലാതെ എന്തുവാ പറയുന്നത്, ചെറിയ ചെറിയ വീടുകൾ പോലത്തെ സംഭവങ്ങളാണ് ചെയ്തേക്കുന്നത് കൂടുതലും കണ്ടത്. ഒരുപാടെണ്ണം പണി നടക്കുന്നുണ്ട്, ഒരുപാടെണ്ണം പണി മുടങ്ങി കിടപ്പുണ്ട്. ഇതിപ്പോൾ ആ തേയില എടുക്കുന്നത് വെച്ചാൽ അവിടെ ഒരു വീട് പണിയാനാന്ന് പറഞ്ഞൊരു ചെറിയ വീട്. ആ ചേട്ടൻ പറഞ്ഞ വഴി വന്നേ, ഇതിൻ്റെ 2 വശവും എസ്റ്റേറ്റ് ആയതുകൊണ്ട് ഇവർ മറ്റേ കല്ല് പതിപ്പിച്ചിട്ടുണ്ട്, വീൽപ്പാൽ 2 കല്ല് പതിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോക്കും ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ എത്തി. കുറേ ഞങ്ങൾ ഓടി കേട്ടോ ഈ കയറ്റം. ഇവിടെ വന്ന് നിന്ന് ഇത് കാണാം. ഇതാണ് ഇവർ പറഞ്ഞ ഈ വ്യൂ പോയിന്റ്. വെളിച്ചിലയുടെ മേളിലോട്ടൊക്കെ കയറിപ്പോയി എന്തെങ്കിലും കാണാമെന്ന് അറിയാൻ വേണ്ടിയേ. അത് അവിടെ തന്നെ ഇത് നമ്മൾ കയറി വരുന്നിടത്ത് റിസോർട്ട് പണിയുന്ന, ഇവിടെ ഒരു മേളിൽ റിസോർട്ട് പണിയുന്നുണ്ട്. ഇവർ പറഞ്ഞ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സാധനം ഇതാ കേട്ടോ. ഇവിടെ ഒന്ന് കുറേ ദൂരേക്ക് വെള്ളം കിടക്കുന്നതാണ്, അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ കയറ്റത്തെ കയറി വരുമ്പോൾ റേഞ്ച് ഉണ്ട്, അതൊന്ന് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വിളിക്കുകയും പറയും, വഴി ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. കാരണം ഇത് നിങ്ങൾ പ്രത്യേകിച്ച് എന്നാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തൊരു വീഡിയോ എന്തു പറയാൻ തരത്തില്ല. കാരണം ഇത് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നെന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. ഇതിനകത്ത് നമ്മൾ നെറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു റൂട്ട് അടിച്ചപ്പോൾ GPS-ലാണ് സെറ്റ് ചെയ്തത്. പിന്നെ അത് റൂട്ട് തെറ്റിയാലും മാറ്റി കാണിക്കൊന്നുമില്ല, നമുക്ക് തെറ്റിയാലും മാറ്റി കാണിക്കില്ല. നമ്മൾ ഏത് സാധനമാണ് അടിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു റൂട്ട് മാത്രമേ കാണിക്കും. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കാട്ടിനകത്തൊന്നും റേഞ്ച് ഇല്ലല്ലോ. ആ വ്യൂ പോയിന്റ് കഴിഞ്ഞാൽ അവർ നിങ്ങൾ തിരിച്ചിറങ്ങുക. ഇതെല്ലാം ഉളുപ്പൂണി ടണൽ കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് കിടക്കുന്ന വഴി അവിടെ ഇറങ്ങുമ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, അതൊക്കെ വെച്ച് ഞങ്ങൾ പോയേക്കണം കേട്ടോ. ഏത് സ്ഥലമാണ് എങ്ങനെയാണെന്നും
പിന്നീട് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് പോലും അറിയാൻ പറ്റത്തില്ല. ഇപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കോട്ടമല അന്നൊരു സ്ഥലമാണ് പറഞ്ഞത്. കോട്ടമല തപ്പിയാണ് ഞങ്ങൾ പോകുന്നത്. കോട്ടമല നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. അവിടെ ഒരു പൈൻ ഫോറസ്റ്റ് ഒക്കെ ആണെന്ന് പറഞ്ഞ് അത് തപ്പി നമ്മൾ പോകുന്നത്. കുറേ ദൂരം ഈ സൈസ് വഴിയാട്ടോ. ഈ ഭാഗത്ത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഈ ഭാഗത്തൊന്നും അങ്ങനെ റിസോർട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ടൂറിസ്റ്റിനെ കൊണ്ട് ഇവർ മറ്റേ വ്യൂ പോയിന്റ് കാണിക്കാൻ വേണ്ടി ജീപ്പുകാർ ഓടുന്നതുകൊണ്ട് ഈ വഴി ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നത് കേട്ടോ. അങ്ങനെ ബൈ സൈഡിൽ വീടുകളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു കാര്യം ചോദിക്കാനും പറ്റില്ല. അങ്ങനെ നമുക്ക് വഴി തെറ്റിപ്പോയി. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷനായി. അങ്ങനെ ഞങ്ങളിത് ഈ വഴി തന്നെ നേരെ തന്നെ ഇതിപ്പോൾ റോഡ് ഓടുന്ന അല്ല വണ്ടി പോകുന്ന ഒരു വഴിയാണെന്ന് നമുക്കത് കാണുമ്പോൾ അറിയാലോ. ആ വഴി ഇത് വെച്ച് നമ്മൾ പോവാം. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല. വീണ്ടും നിന്നേ ആ വഴി പോകണോ ഈ വഴി പോകണോ എന്നുള്ള സംശയത്തിലാണ്. പിന്നെ ഈ വഴി പോകണേ. ഒന്ന് ചോദിക്കാനായിട്ടേ ഒരാളെ കാണുന്നില്ല. അതാ ഈ പ്രശ്നം. ഇതിനകത്തൊന്നും കാണിക്കുന്നുമില്ല. വഴി മാത്രം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. വേറെ അപ്പുറത്ത് എവിടെ ചെന്ന് ഇറങ്ങുന്നതെന്നും ഇപ്പുറത്ത് ഒന്നും കാണിക്കുന്നില്ല. ഞങ്ങൾക്ക് മറ്റേ നമ്മുടെ മൂന്നാർ ആണ് പള്ളിവാസൽ അങ്ങനെയൊക്കെ അവിടെ ചെന്നപ്പോൾ ലൊക്കേഷൻ കാണിച്ചാൽ ഈ പള്ളിവാസൽ ഇത് എവിടെ കിടക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയായി. പക്ഷെ വണ്ടി ഓടിക്കാൻ നല്ല രസം കേട്ടോ. ഓഫ് റോഡെന്ന് വെച്ചാൽ കടുക്ക പുടുക്കാന്ന് പറഞ്ഞ വണ്ടി പോകുന്നത്. ഇവിടെ എന്താ സംഭവം ഉണ്ട്. ഇവിടെ പിന്നെ നമ്മുടെ ഉളുപ്പൂണി പോലെ കുറ്റിക്കാട് ഇതേ ഇനി ഉളുപ്പൂണിലോട്ടാണോ ഇല്ലെന്ന് അറിയത്തില്ല. ഉളുപ്പൂണി അല്ല കേട്ടോ. ഒറ്റ വണ്ടി വരുന്നില്ലേ? ഇത്രയും വണ്ടികൾ നമ്മുടെ കൂട്ടത്തിൽ അത് പോരാതെ നമ്മളെ താഴെ പള്ളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു 10-20 വണ്ടി വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പക്ഷെ ഈ ഭാഗത്തോട്ട് ഒരു വണ്ടി പോലും വന്നില്ല. അത് ആ കാണുന്ന ഇടുക്കിയിലെ വെള്ളം കേട്ടോ. അത് അവിടെ പോയതിനേക്കാൾ നന്നായിട്ട് നമുക്ക് ഇവിടെ നിന്നാൽ കാണാമായിരുന്നു. പക്ഷെ അന്നേരം നമ്മുടെ ആ ചേട്ടൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി. പക്ഷെ അതിനേക്കാളും ഭംഗി ഇവിടെ നിന്ന് കാണുന്നു. ഏതൊരു വ്യൂ പോയിന്റ്. ആടാ ഇത് വണ്ടി ഓടി ഇങ്ങനെ ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ശരിക്കും വഴി തെറ്റുന്നത്. ഇനി ഞങ്ങൾ കുറച്ച് അപ്പുറത്തോട്ട് ഇറങ്ങിപ്പോയി. നമ്മൾ ആ വഴിക്ക് പോയ എന്തെങ്കിലും കാണാനുണ്ടെന്ന് അറിയാൻ വേണ്ടി കുറച്ച് അപ്പുറത്തോട്ട് ഇറങ്ങിപ്പോയി. ഇത് ഇതിന് ഇടയ്ക്കൂടെ വഴിയുണ്ട്. അത് അവിടെ നിന്ന് വണ്ടി ഒന്ന് ചെരിഞ്ഞായിരുന്നു. കാലൊന്ന് ചെറുതായിട്ട് തട്ടി. നീ കണ്ടല്ലോ ഏതെല്ലാം ഭാഗത്തുനിന്ന് വെള്ളം കിടക്കുന്നതെന്ന് കാണുന്നുണ്ടോ. നമ്മുടെ ഇടുക്കിയുടെ റിസർവോയറാണ്. ഇത് ചുമ്മാ ഒരു യാത്രയ്ക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഓടിക്കാനും പറയാനും പറ്റിയ സ്ഥലമാണ്. ഈ വഴി നമ്മൾ കയറി പോവാം. അത് ആ ഗ്രൗണ്ടിൽ ചെന്നിട്ട് കോട്ടമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ആ ഗ്രൗണ്ടിൽ നിന്ന് ഇടത്ത് വശത്ത് മേളിലോട്ടൊരു വഴി കിടപ്പുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് സ്ഥലത്തിന് വരുന്നുണ്ട്. അതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇത് ടണലിൻ്റെ അവിടെ നിന്ന് നമ്മൾ വെളിയിലിറങ്ങി ആ കനാലിൽ വണ്ടിയൊക്കെ ഒന്ന് കഴുകി കാലും കഴുകി അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് എടുത്തു നമുക്ക് ടൂറിസ്റ്റ് ഒരു വ്യൂ പോയിന്റ് കാണിക്കാൻ കൊണ്ടുപോകുന്ന വഴി തന്നെയാണ്. ഇതിന് മേളിൽ കയറി കഴിഞ്ഞാണ് ഞങ്ങളുടെ വഴി തെറ്റിപ്പോയത്. ഇവിടെ ഒരു മനുഷ്യന്മാരില്ല കേട്ടോ. ആരുമില്ല. അപ്പുറത്ത് കുറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഒരു മനുഷ്യനെ കാണാനില്ല. ഈ മരം ഇങ്ങനെ ഇത് വെട്ടിയിട്ടതാണെന്നാണ് പറഞ്ഞു കേട്ടോ ആൾക്കാർ. ഇതിലെ വഴി വേണ്ടാന്നോ അല്ലെ വണ്ടി തടസ്സപ്പെടുത്താൻ വെട്ടിയിട്ടതെന്ന് അവർ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ ആ ഒരു ചേട്ടനാണ് പറഞ്ഞു തന്നെ. ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടുക്കിയുടെ കുറച്ച് വനപ്രദേശമാണ്. വനപ്രദേശത്ത് അവിടെ ഫോറസ്റ്റ് ഒന്നുമില്ല. പക്ഷെ അവിടെ ആൾക്കാരോട് ചോദിച്ചിട്ട് ഇറങ്ങിപ്പോയുള്ളൂ. ഇവിടെ ആനയുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. ആനയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ആ വഴി മാറിപ്പോയി. അതായത് തേക്കടിയുടെ വെള്ളം കിടക്കുന്ന റിസർവോയറിൻ്റെ അടുത്ത് ഇറങ്ങി അവിടെ ഇറങ്ങിച്ചല്ല. അവിടെ ഒരു കോളനി ഉണ്ട്. അവിടെ ഒരു 3-4 വീടുണ്ട്. അവിടെ നാട്ടിലും കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ശരി പോകാമെന്നും പറഞ്ഞു. അവരോട് ചോദിച്ചിട്ടേ പോകാമെന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടോ. സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞു ഉറുമ്പുള്ളു. ഇതിന് മുമ്പ് നമ്മൾ ആ ഇറക്കം ഇറങ്ങിയില്ലേ അവിടെ എവിടെയോ ചോദിച്ചു ഞങ്ങളുടെ അവിടെ ഇവിടുന്ന് വരുന്നു. ആ വഴി തിരിഞ്ഞു. ഞങ്ങൾക്ക് അവിടുന്ന് വഴി തെറ്റിപ്പോയി. ഇനിയത്തെ പോക്കെന്ന് പറഞ്ഞാൽ ഒരു അന്തം കുന്നൂരാത്ത പോക്കാം. ഇവിടെ ഒന്നും റേഞ്ചും ഇല്ല കേട്ടോ. തുള്ളി പോലും റേഞ്ചും ഇല്ല.
ഒരു മനുഷ്യനും ഒരു വണ്ടിയില്ല. നമ്മൾ ഇത്രയും ദൂരം ഓടിയിട്ട് ഒരു വണ്ടി എവിടെ നിങ്ങൾ കണ്ടില്ലല്ലോ. ഒരു ചേട്ടൻ നടന്നു വന്നായിരുന്നു, ആ ചേട്ടനോട് അവിടെ ചോദിച്ചത്. ഇതെല്ലാം കാട്ടുപാതകളാണ്. കാട്ടുപാത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടുപാത. ആ പാടായി ഒരു വഴി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് തോന്നുന്നത് വെച്ചാൽ ഈ പോസ്റ്റ് കാണുമ്പോഴാണ്. എന്നാൽ എങ്ങനെയെങ്കിലും വണ്ടി എവിടെയും വെച്ചിട്ടാണ് ആ പോസ്റ്റ് നോക്കി നടന്നാലേ ഇവിടെ എത്താമല്ലോ. അവിടെ എന്തോ ഒരു സംഭവം പണിത് വെച്ചിട്ടുണ്ട്. ചുമ്മാ ഷെഡാ. ഇത് കണ്ടപ്പോഴാണ് നമുക്ക് ചെറിയൊരു ആശ്വാസമായി. ഇത് ആ കോളനിയിലെ മറ്റേ മരുന്നിൻ്റെ ഇതാ ഈ കൊച്ചുകുട്ടികൾക്കും അമ്മയ്ക്കൊക്കെ ഉള്ളത്. ഇതൊരു ശരിക്കും ഒരു ട്രൈബൽ കോളനി കേട്ടോ. ഇവിടെ താഴെ ഒരു വീടുണ്ട്. അവിടെ ഇറങ്ങി ചോദിക്കാൻ അവിടെ 2 നാശം പിടിച്ച പട്ടികളുണ്ട്. ആ 2 കൂടെ ഞങ്ങളെ ഇട്ട് ഓടിച്ചു. അവിടെ ആ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ അവിടെ ഒരു മനുഷ്യനെ പോലും കണ്ടില്ല. ഒറ്റ മനുഷ്യനെ കണ്ടില്ല കേട്ടോ. എവിടോട്ടാ പോകുന്നതെന്ന് ഒന്നും അറിയാൻ പറ്റും. പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് പോകാൻ എളുപ്പം ഉളുപ്പൂണിയാന്ന് പറഞ്ഞു. ഉളുപ്പൂണിയാണെന്ന് പറഞ്ഞാലും നമുക്ക് എങ്ങനെ അവിടെ എത്താമെന്നോ അല്ല എങ്ങോട്ടാന്നോ ഏത് വഴി തിരിയണോ ഒന്നും അറിയത്തില്ല. ഗൂഗിളിനകത്ത് ഒരു പുല്ലും കാണിക്കുന്നുമില്ല, റേഞ്ചും ഇല്ല. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ശരിക്കും പേടിച്ചു പോയി. അവിടെ ഇടയ്ക്ക് ഒന്ന് 2 സ്ഥലത്തൊക്കെ ഓരോ വീടുണ്ട്, പക്ഷെ ഒരു മനുഷ്യനില്ല. അതെ, വഴി ചോദിക്കാൻ തന്നെ പഠിക്കണ്ടേ. പിന്നെ ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചെറിയ ധൈര്യമായി, എങ്ങനെങ്കിലും എവിടെങ്കിലും എത്താന്നായി. അങ്ങോട്ടൊരു റോഡ്, ഇങ്ങോട്ടൊരു റോഡ്, പിന്നെ അവിടെ നിർത്തി. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാൻ പറ്റാതെ പിന്നെയും നിർത്തി. ഇവിടെ ഒരു ചേട്ടൻ വന്നു. ആ ചേട്ടനാണ് പറഞ്ഞത് നിങ്ങൾ ഉളുപ്പൂണി എത്തി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ പുള്ളി പറഞ്ഞ നേരെ ടണലിൻ്റെ അവിടെ ചെന്ന് കയറുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അതായത് ഞങ്ങൾ രാവിലെ വണ്ടി കഴുകിയിട്ട് പോകണ്ട എന്ന് പറഞ്ഞ റോഡിൽ കൂടെ തിരിച്ചു കിട്ടോ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിറുക്കൻ യാത്ര. ചുമ്മാ ഇതിലേ പോയി അതിലേക്ക് ഇറങ്ങി കുറേ നേരം വഴി അറിയാതെ അലഞ്ഞിരിഞ്ഞ് തിരിച്ചു വീണ്ടും ആ സ്ഥലത്തോട്ട് എത്താൻ പോവാം. പിന്നെ എന്താ പറയുക, ഒരു കാര്യമുണ്ട്. ഇതിങ്ങനെ ഇടാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല യാത്രകളിലും പല ആൾക്കാർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ആരും അത് പറഞ്ഞും കേട്ടിട്ടില്ല. ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ പറയാനൊരു മടിയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വഴിതെറ്റിപ്പോയതാണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ ഗൂഗിൾ നമ്മളെ ചതിച്ച്. പിന്നെ നമ്മളെപ്പോഴും കരുതി കൂട്ട് കൊണ്ടു നടക്കുന്ന ഫോണുണ്ട്, എവിടെങ്കിലും കിട്ടി എവിടെന്നെങ്കിലും ആരെങ്കിലും വിളിച്ചാലും വഴി ചോദിക്കാന്ന്, അതും ചതിച്ച്. ഒരു മനുഷ്യനും ഇല്ല. ആകെപ്പാടെ ഒരു വലിയ പൊക്കത്ത് കയറി അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് മറ്റേ പള്ളിവാസൽ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. അവിടെ നിന്ന് മൂന്നാറൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ കാട്ടിക്കൂടെ പോയാൽ 2 ദിവസം വേണ്ടി വരും. റോഡൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള റോഡ്, യാത്ര ചെയ്യാൻ അടിപൊളി റോഡ്. ഒരു പ്രശ്നമില്ല. ഇവിടെയൊക്കെ താമസിക്കുന്ന മനുഷ്യന്മാരാണ്, എല്ലാവർക്കും പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും സംഭവം ഉണ്ടാവില്ല. തെളിഞ്ഞ് കുറേ ചേരുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് അങ്ങ് പിന്നെയും വഴി പിരിഞ്ഞു ഉണ്ടാ. ഇത് ആ മരത്തിൻ്റെ അപ്പുറത്ത് പോയ വഴി തിരിച്ചു വരുന്നുണ്ട്. അത് നമ്മുടെ വണ്ടി ഗസ്റ്റിനെ കൊണ്ട് ആ മരം ഒടിഞ്ഞു വീണല്ല, ഞാൻ പറഞ്ഞില്ല വെട്ടിയിട്ടേക്കെന്ന് പറഞ്ഞാൽ. ആ മരം വെട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായേക്കുന്നത്. കാരണം അതിലെ എന്തോ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെയുള്ള ആൾക്കാർ വെട്ടിയിട്ടേക്കുന്ന, ഇതിലെ വണ്ടി വേണ്ടെന്നോ വഴി വേണ്ടെന്നോ ഒക്കെ പറഞ്ഞ് വെട്ടിയിട്ടേക്കുന്നത്. എന്നാ സംഭവം നമുക്കറിയത്തില്ല. ആ ഒരു ചേട്ടന് മാത്രമല്ല, ആ ചേട്ടൻ അവിടെ കാലങ്ങളായിട്ട് താമസിക്കുന്ന പുള്ളിക്കവിടെ കുറച്ച് കൃഷിയുണ്ടെന്നാണ്. ആ കാണുന്ന വള്ളി മറ്റേ ചാർജറിൻ്റെ കേട്ടോ. കാരണം മൊബൈലിലെ ചാർജൊക്കെ തീർന്നു, ക്യാമറ തീർന്നു, പവർ ബാങ്ക് കുത്തി അതിൻ്റെ വള്ളിയും കൂടെ ചേർത്ത് പിടിച്ചേക്കുന്നത്. ആ വള്ളി ഇടയ്ക്കിടയ്ക്ക് നനങ്ങനെ. നമ്മൾ ആ മേളിൽ കയറി ഇടുക്കി ഡാം കണ്ട വ്യൂ പോയിന്റ് അവിടെ തന്നെ പേരെഴുതുന്നത് കോട്ടമലയോ എന്താ എഴുതി വെച്ചിരുന്നത്? കോട്ടമലയെന്നും കണ്ടല്ലോ. ആ പടം ഞങ്ങൾക്ക് അറിയാവുന്നൊരു സ്ഥലമേ ഉള്ളൂ. അവിടുന്ന് ഞങ്ങളും കൂടെ തിരിച്ചു വന്നപ്പോഴാണ് ഞങ്ങൾക്ക് വഴി തെറ്റിയത്. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞൊരു സംഭവം ഇവിടെ ഇതിൻ്റെ അടുത്ത് എവിടെയോ ഉണ്ട്. അത് ഇടുക്കി ഡാമിൻ്റെ അടുത്തോട്ട് പോകുന്ന വഴിയാണ്. ആ വഴിക്ക് കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ ആനയും പോത്തും ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. ആ സംഭവം ഇവിടെ എവിടെയുണ്ട്. ഇനി നമ്മളൊരു ദിവസം പോകുമ്പോൾ വഴി തെറ്റാതെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ പോകും. കാരണം വെച്ചാൽ അത്രയും അടുത്ത് അങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. ഇനി നിങ്ങൾക്ക് കണ്ടിട്ട് ഞങ്ങളെ തെറി വിളിക്കാൻ തോന്നില്ലേ? തെറിയൊന്നും വിളിക്കണ്ട. അതേ ഞങ്ങളിത് ഈ സ്ഥലത്തെത്തി കണ്ട കറങ്ങി തിരിഞ്ഞ വെള്ളത്തിൽ വന്നു. ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്തിട്ട് ഒന്ന് തിരിച്ചു പോയേക്കാന്ന് പറഞ്ഞ് നമ്മൾ തീരുമാനം എടുത്തത്. അന്നേച്ച് പോയി കറങ്ങി തിരിഞ്ഞ് വഴി തെറ്റി ഇതേ ഇവിടെ വന്നു. അപ്പം ഈ വഴി നമ്മുടെ യാത്ര പണ്ടേ ആരോ പറഞ്ഞു വെച്ചിരുന്ന, അതിനി മാറ്റാൻ പറ്റത്തില്ല.
അങ്ങനെ കാട്ടിക്കൂടെ ജഗതി പറയുന്ന പോലെ വഴി തെറ്റി. ഇതൊരു വഴി തെറ്റിയ വീഡിയോ ആയിട്ട് എല്ലാവരും കൂട്ടണം കേട്ടോ. ഓക്കെ.